ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നമ്മൾ ഓതുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ചുമ്മാ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജന്നത്തി വന്നാസ്. ആമീൻ. ശരിയായോ? നിങ്ങളുടെ വീക്ഷണത്തിൽ ശരിയായോ? സൂറത്തുൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന. എത്ര പേര് ഓതുന്നു? അങ്ങനെ ഉണ്ട്. തെറ്റാ. നസ്തഈനുഹ്ദിന നോദണം. നസ്തഈനുഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്തിന് വരെ സിറാത്ത്. ഫാത്തിഹ ഓതുമ്പോൾ മയ്യത്തിനടുത്ത് ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫാത്തിഹ അടിക്കുമ്പോൾ ഇതന്നല്ലേ ഓതുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാഥാതി ഫിൽ ഉഖദ മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഹബീബേ എങ്ങനെ ശരിയാവും? അസ്തഗ്ഫിറുല്ലാഹ്. ഖുർആൻ ശപിക്കുമെന്നാണ്. യാസീനൊക്കെ 3 മിനിറ്റ് കൊണ്ട് പോയി തീർക്കും. യാസീൻ 3 മിനിറ്റ് കൊണ്ട് പോയി തീർക്കും. ആരാ ഇപ്പം? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെയാണോ ഒന്ന്? ആണോ? ഇത് ഇത്രയും സമയം കൊണ്ട് യാസീൻ ഓതുക. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലുൽ അസീസുർ റഹീം لقد أقلنا ولولا أكثرهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي للأذقان فهم مقمحون. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ യാസീൻ നിങ്ങളെ ശപിക്കും. യാസീൻ നിങ്ങൾ ഈ പാട്ടൊക്കെ യൂട്യൂബിൽ കയറി ഇരിക്കുമ്പോഴേ ജഡ്ജിമാർ, മോളെ അവിടെ ഇത്തിരി ശബ്ദം ശരിയായില്ലല്ലോ മോളെ, അവിടെ ടെമ്പോ ശരിയായില്ലല്ലോ മോളെ, കുറച്ചുകൂടെ ശ്രുതി അവിടെ പോയിട്ടുണ്ട്, ആ ശ്രുതിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കൊള്ളാമായിരുന്നു. അത് പാട്ടിൻ്റെ തജ്വീദാണ്. ആ ടെമ്പോയും ശ്രുതിയും ഒത്ത് ആ പാട്ട് പാടിയെങ്കിലേ അവിടെ മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പോയിരുന്നിട്ട്, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പോയിട്ട് ഇതിനകത്ത് സെർച്ച് ചെയ്താൽ കാണാം, വിദേശ രാജ്യത്ത് ഖുർആനിൻ്റെ റിയാലിറ്റി ഷോ ഉണ്ട്. മക്കൾ വന്നിട്ട് ഖുർആൻ ഓതുന്ന റിയാലിറ്റി ഷോ ഉണ്ട്. അത് നിങ്ങളെടുത്ത് വെച്ച് നോക്കി. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ യാസീൻ ഓതുന്ന പോലെ യാസീൻ ഖുർആനിലേക്ക് തന്നെ കാര്യം മുസ്ലിം അങ്ങനെയാണോ ഓതുന്നത് നോക്ക്. അങ്ങനെയാണോ ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊക്കെ നോക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ അതിനൊക്കെ അത് ആ റോയ്ക്ക് റോയുടെ സ്ഥാനം നമ്മൾ കൊടുക്കണം. എങ്ങനെയെങ്കിലും ഓതിയാ പോരാ. വറത്തിലിൽ ഖുർആന തർതീലാ. ഖുർആൻ തർത്തീലോടുകൂടി ഓതണം. ഖുർആൻ തർത്തീലോടുകൂടി തന്നെ ഓതണം. അതിന് നിയമങ്ങളും നിബന്ധനകളുണ്ട്. അതനുസരിച്ച് ഓതിയില്ലെങ്കിൽ ഖുർആൻ ശപിക്കും. വെറുതെ വേസ്റ്റാ എൻ്റെ പൊന്നിക്ക, ഞാൻ വെറുതെ പറയല്ല. നമ്മൾ വെറുതെ യാസീൻ ഓതിയിട്ട് ആ മയ്യത്തിന് വേണ്ടി അതിയാ ചെയ്യുമ്പം വൃത്തിയായിട്ട് ഓത്. ഇല്ലാത്തത് ഓതി ആ മയ്യത്ത് പറയും, എടാ പഹയാ ഓതല്ലടാ പോടാ പഹയാ. ആ മയ്യത്ത് പറയുന്നുണ്ടാകും, നീ ഇങ്ങനെ എനിക്ക് എൻ്റെ മുന്നിൽ ഓതല്ലേ, എൻ്റെ മക്കളെ നീ ഇങ്ങനെ ഓതല്ലേ. നീ എനിക്ക് സമയമുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഓത്, ഇല്ലെങ്കിൽ ഓതണ്ട. തീർന്നില്ല സംഭവം. എന്തിനാ ഇങ്ങനെ ഓതുന്നത്? സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ അതിൻ്റെ രീതി അനുസരിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹു, ഒരുപാട് പേര് ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ ഓതുന്ന എത്രയോ പേരുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നതാണ് ഓരോരുത്തർ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ല, ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ പറ, ഹു അവൻ, അല്ലാഹു അല്ലാഹു അഹദ് അവൻ ഒരുവനാണ്. അങ്ങനെയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ്. കുൽ തിന്നു നബിയെ. അർത്ഥം അങ്ങനെ മാറിയാണ്. കുൽ ഹുവല്ലാഹ്. കുൽ ഹുവല്ലാഹ് എന്ന് പറഞ്ഞാൽ തിന്നു എന്നർത്ഥം. കുൽ പറയൂ എന്നാണ് അർത്ഥം. വ്യത്യാസം ഉണ്ടാ? കാഫ് കാഫ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാ? കാഫ് കാഫ്. കുൽ ഹുവല്ലാഹ്. കുൽ കുൽ എന്ന് പറഞ്ഞാൽ തിന്നു തിന്നുന്നാണ് അതിന്റെ അർത്ഥം. കുൽ എന്ന് പറഞ്ഞാൽ പറയൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇത്ര വ്യത്യാസം ഉണ്ടല്ലേ? ഇത് പഠിക്കണം. കോ അങ്ങ് അകത്തുനിന്ന് വരുന്ന, ക ഇങ്ങ് പുറത്തുനിന്ന് വരുന്നതാണ് സംഭവം. രണ്ട് വ്യത്യാസമുണ്ട്.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അല്ലാഹു സമദല്ല, സമദല്ല, സമദ്. സമദ് 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 നമ്മൾ വിളിക്കല്ലേ, സ്വമദ്. നിസ്കരിച്ച നിസ്കാരമൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ചുമ്മാടെ എപ്പോഴെടുത്താലും അല്ലാഹു ഖുൽ ഹുവല്ലാഹു അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു അക്ബർ. ആരാ കുറ്റക്കാര്? പഠിക്കാൻ മദ്രസ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലം യലിദ്, അതാണ് ഇൽഹാർ ചെയ്യണം. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫുവൻ അഹദ്. ചില ആളുകൾ ഓതും, തെറ്റാണത്, കാണിക്കാൻ പാടില്ല അവിടെ. കുഫുവൻ അഹദ്. ചെറിയൊരു സൂറത്താ, എത്ര ശ്രദ്ധിച്ച് നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നത്, എത്ര ഈസിയിലാണ് നമ്മൾ ഓതി തീർക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഫാത്തിഹ ഓതുമ്പോഴേ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. എത്ര നേരം കൊണ്ട് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയതിന്റെ കൂലി കിട്ടും. ഇങ്ങനെ ഓതിയാൽ കിട്ടുമോ? 3 പ്രാവശ്യം ഓതിയാൽ കൂലി കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഞെക്കി ഓതുന്ന പോലെ നിങ്ങൾ ഓതണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓതുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഓതുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അഊദു അല്ല, ഒരൊറ്റ പുള്ളിയാണ് അവിടെ നമ്മളെ കുഴപ്പിക്കുന്നത്. ഒരൊറ്റ പുള്ളിയാണ് പ്രശ്നമാക്കുന്നത്. ഖുൽ അഊദു. എത്ര പേര് ഓതുന്നുണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അങ്ങനെ ഓത്. ഏഷാദാ ഓത്. അഊദു പോലും അറിയില്ല. അപ്പൊ ഉസ്താദെ തെറ്റിയ നോ പ്രോബ്ലം. ഇത് തെറ്റാനുള്ള സ്ഥലമാണ്, ഇത് തെറ്റണം. നമ്മൾ വലിയ വാഴലിന്റെ സദസ്സൊന്നും അല്ല, ഇത് ഖുർആൻ ക്ലാസ് ആണ്. അഊദ് അറിയാൻ പോയാൽ നമ്മൾ ഖുർആൻ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ? അല്ല, ഒരുപാട് പേര് അഊദു എന്നാ ഓതും. അതാണ് ഞാൻ പറഞ്ഞത്. അഊദു അഊദു അല്ലേ, ദു അല്ല, അഊദു അഊദു വേറെ. അഊദു അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ കാവൽ തേടുന്നു പിശാചിൽ നിന്ന്. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ മടങ്ങുന്നു, ഞാൻ വരുന്നു, ഞാൻ നിന്നെ കാണാൻ വരുന്നു, ലോക സന്ദർശനം നടത്താൻ വരുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണുള്ളത്. അഊദു വേറെ, അഊദു വേറെ. കൂടുതലും ആളുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ. അതേപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നവരുണ്ട്. അൽഹംദുലില്ലാഹി ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് പറയണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ല അല്ല, അൽഹംദു ലില്ലാഹി. അൽഹംദു ലില്ലാഹി, അൽഹംദുലില്ല അല്ല. ഒരുപാട് പേര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ല അല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ, ലില്ലാ ലില്ലാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് അഊദു ആണ് കേട്ടോ. അഊദു ഏത് സമയത്തും നിങ്ങൾ എല്ലാവരും ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താണെന്നറിയോ? ഈ ശൈത്താന്റെ ഷർറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ ഒരു ദുആ വലിയ വളരെ എഫക്റ്റാണ്. ഏത് സമയത്ത് നമ്മൾ വീട്ടിൽ ഭാര്യയും ഭർത്താവ് അടി ഉണ്ടാവുന്നു, അഊദു ബില്ലാഹി, മക്കളെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഉറക്കെ പറയണം. ഭാര്യയെ ഭർത്താവായിട്ട് ബന്ധപ്പെടും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വീട്ടിൽ കയറുമ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വീട്ടിൽ ബർക്കത്ത് കൂടാനും വീട്ടിൽ സമ്പത്ത് കൂടാനും ആയുസ് കൂടാനും നിങ്ങൾ പോകുന്ന ഉടനെ ഒരു സലാം പറയുക, നബിതങ്ങളുടെ മേലുള്ള സലാത്ത് ചൊല്ലുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക വീട്ടിൻ്റെ വാതിലിൽ വെച്ച്, എന്നിട്ട് വീട്ടിൽ കയറുക. ഇത് സ്ഥിരമാക്ക്, ബർക്കത്തുണ്ടാവും. നോക്കിക്കോ, നിങ്ങൾ ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, പരിശോധിച്ചേക്കുക. അപ്പൊ നമ്മൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات
നഫാസാതി ഫിൽ ഉഖദ്. നഫാസാത്ത്, നഫാസ, കാറ്റടിക്കണം. നഫാസാത്ത് എത്ര പേര്? വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ് പോയി. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. കെട്ടിൽ ഓതുന്നവരെ കുറിച്ചാണ്. നഫസ ഊതുക എന്നർത്ഥം. ആ കറക്റ്റ് ഊതുമ്പോൾ തന്നെ കാറ്റടിക്കുന്ന പോലെയാണ്. നഫസ എന്നടിക്കുമ്പം നിങ്ങൾക്ക് ഇവിടെ കാറ്റടിക്കും കയ്യിൽ വെള്ളയിൽ. നഫാസാത്ത്. ومن شر حاسد إذا حسد. ഓതേണ്ടത് അങ്ങനെയാണ് ഹബീബേ, അല്ലാതെ നമ്മൾ ഈ ഓതിട്ട് കാര്യമുണ്ടോ? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അവിടെ നൂന് നല്ല മണിക്കണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. എവിടെ നമ്മൾ മണിച്ച്? പിന്നെ എന്തിനീ ഖുർആൻ? പിന്നെ എന്തിനു തജ്വീദ്? ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. എല്ലാത്തിലും ശ്രദ്ധ. ഇതാണ് ഖുർആൻ. അല്ലാതെ ഖുർആൻ നമ്മൾ എങ്ങനെങ്കിലും ഓതിയിട്ട് നമുക്കിതിന് കൂലിത അല്ലാഹ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് പഠിക്കണം, പഠിക്കണം, സമയം കണ്ടെത്തണം. ഇന്ന് വരെ ഞാൻ ഓതിയതെല്ലാം തെറ്റാണല്ലാ, പടച്ചവൻ എന്നെ പഠിപ്പിച്ചത് അല്ലാ. പറയ് റബ്ബിനോട്. തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ജസ്റ്റ് പ്ലീസ് പറയ്. ഇത്ര നാൾ ഓതിയത് തെറ്റാണോ ശരിയാണോ? ഒന്ന് പറയപ്പാ. ഓതിയതിൽ എന്താ ശ്രോതാക്കളുടെ അഭിപ്രായം? ഓതിയത് ഇത്ര ഓതിയത് ശരിയുള്ളവർ ഓതിക്കാണും. അല്ല, ചിലപ്പോൾ തെറ്റുകൾ കാണും. നമ്മൾ തെറ്റായതുകൊണ്ട് കുറ്റം പറയല്ല, നിസ്കാരം എല്ലാം പോയെന്നല്ല. പക്ഷെ നമ്മൾ പഠിക്കണ്ടേ? ഇനി എന്ന് പഠിക്കൂ? ഇത് നമ്മൾ പഠിക്കണ്ടേ? ഇത് മനസ്സിലാക്കണം. ഒരു കാൽക്കുലേറ്റർ എടുത്തു കൊടുത്താൽ എത്ര കൃത്യമായിട്ട് കണക്ക് കൂട്ടി കറക്റ്റായിട്ട് ഒരു എത്ര സാധനം വാങ്ങി, എത്ര 200 ഗ്രാം 300 ഗ്രാം 400 500 700 ഗ്രാം ഒരു 10-12 കിലോ വാങ്ങി പടപടപെടാന്ന് അവൻ കാൽക്കുലേറ്റർ അടിച്ചത് എല്ലാം കറക്റ്റാക്കാൻ തരുന്നില്ലേ? ഈ ഖുർആൻ്റെ ആയത്ത് ഓതുമ്പോൾ അതൊന്ന് പഠിക്കണ്ടേ? ഇത് ശരിയോ തെറ്റോ എന്നുള്ളത്. എങ്ങനെയെങ്കിലും യാസീൻ ഓതിയാൽ മതിയോ? വേണ്ട മക്കളെ, ഒരിക്കലും ഓതരുത്. 3 ആയത്ത് നീ ഓതിയാൽ മതി. 3 ആയത്ത് ഓതിയാൽ മതി. ഇനി പല രീതിയിലും ഓതാം ഖുർആൻ. നാസ് എന്നത് നേസ് എന്ന് ഓതാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. നമ്മുടെ പള്ളിയിൽ വന്നിങ്ങനെ ഓതിയാൽ മൊയിലാരെ അപ്പോഴേ പുറത്താക്കും. ഖുർആൻ മൊത്തം തെറ്റു ചോദ്യം പറയൂലേ? ഈ ഖുർആൻ മൊത്തം തെറ്റു ചോദ്യമാണെന്ന് പറഞ്ഞു അല്ലേ? 10 രീതിയിൽ ഖുർആൻ ഓതാം. അത് പഠിക്കണം. 10 രീതിയിൽ ഖുർആൻ ഓതാം. അത് പഴപ്പം തെറ്റല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരാളൊരു ഫാത്തിഹ ഓതുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മലികി യൗമിദ്ദീൻ. ശരിയോ തെറ്റോ? എന്തേലും പറ. ഉബൈദേ, അടുത്ത മാസം ഒരു ക്ലാസ് ഇല്ല, ഞാനില്ല. നിങ്ങൾ വേറെ ഇസ്ഥാനെ കൊണ്ടുവന്ന് ചെയ്യും. നല്ല വാൾ പറഞ്ഞോളൂ. ഓതി ശരിയത്തെ നിങ്ങൾ പറയപ്പോ. നിങ്ങളെ ഞാൻ അടിക്കാനോ ഭീഷണിപ്പെടുത്താനോ കുറ്റക്കാരനാണെന്ന് പറയുന്നില്ല. ഞാനിപ്പോ ഓതിയത് എന്താ? അർറഹ്മാനിർ റഹീം മലികി യൗമിദ്ദീൻ. ശരിയോ തെറ്റോ? അല്ല, ശരിയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ ഓതാറുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കേട്ടുള്ളത് മാലിക്കി, അതൊരു മലിക്കി. അപ്പം ആ രീതിയിൽ ഓതാം. അത് ഓതുന്നത് കൊണ്ട് തെറ്റാവൂല. അത് ഒരു ഇമാമിൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. നമ്മൾ വന്ന് ഇമാം ഹഫ്സ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് മാലികി യൗമിദ്ദീൻ അങ്ങനെ നമ്മൾ സാധാരണ ഓതുന്നത്. അപ്പൊ മലികി യൗമിദ്ദീൻ ഓതുകൊണ്ട് തെറ്റില്ല. അപ്പൊ ഖുൽ റബ്ബിൻ നാസ് ഓതി തെറ്റല്ലേ? അല്ലേ?
ധൈര്യമായിട്ട് പറഞ്ഞു, പേടിക്കണ്ട. ഇതെന്തിപ്പോ നിങ്ങൾക്ക് ഇത്ര പേടി? ഇത് ഖുർആൻ. നമ്മളത് അത്ര കേട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ലക്കും ദീനുക്കും വലിയ ലക്കും ദീനുക്കും വലിയ ദീനെന്നാ, ചെറിയ ദീനെന്ന് കേട്ടിട്ടില്ല. എന്നാലൊരു ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് വലിയ ദീനി അഭിപ്രായമുണ്ട്. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മൾ പല രീതിയിലൂടെ നമ്മളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതാണ്. അത് പഠിക്കാനല്ലേ നമ്മൾ ഈ സംവിധാനം ഉണ്ടാക്കുന്നത്, പഠിക്കണ്ടേ? ശരി, നമുക്ക് ഇതൊന്നും വേണ്ട. നമുക്ക് നിലവിൽ നമ്മൾ ഓതിക്കൊണ്ടു പോകുന്ന ആയത്ത് അത് കൃത്യമായിട്ടെങ്കിലും ഓതാൻ പഠിക്കണ്ടേ? ഒരു യാസീനെങ്കിലും കൃത്യമായിട്ട് പഠിക്കണ്ടേ? റാഹത്തായിട്ട് പഠിക്കണ്ടേ? ഒരു അർറഹ്മാൻ കൃത്യമായിട്ട് പഠിക്കണ്ടേ? സൂറത്തുൽ വാഖിയ കൃത്യമായിട്ട് പഠിക്കണ്ടേ? അത് നമ്മൾ പറഞ്ഞതാണ്. അല്ല വെറുതെ നമ്മൾ കുറേ ആയത്ത് ഓതി സൂറത്ത് ഓതിയിട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന പരാതിയാണ്, യാ റബ്ബി വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എൻ്റെ അനുയായികൾ ഖുർആൻ അവഗണിച്ചു അല്ലാഹ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ അത് ഓതേണ്ട രീതിയിൽ അവർ ഓതിയില്ല അല്ലാഹ്, പഠിക്കേണ്ട രീതിയിൽ പഠിച്ചില്ല പടച്ചവനെ, പാരായണം ചെയ്യേണ്ട രീതിയിൽ അവർ പാരായണം ചെയ്തില്ല അല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ അടുത്ത് ആഖിറത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അടുത്ത് പരാതി പറയും. അപ്പോൾ വിളിക്കും, അബൂബക്കർ വാ, ഉബൈദ വാ, റാഫിയ വാ, ഇക്കു ഇച്ചു ഇണ്ണി എല്ലാം വാ. എന്താ നീ ഓതാഞ്ഞത്? എന്താ പഠിക്കാഞ്ഞത്? എന്താ മനസ്സിലാക്കാഞ്ഞത്? അന്ന് ചോദ്യം വരും, എന്താ പഠിക്കാഞ്ഞത്? എന്താ പഠിക്കാൻ? റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാല്ലീൻ. അല്ലാഹുവേ, ആ ക്ലാസ് നടന്ന സമയത്ത് എനിക്കൊരു ഫോൺ വന്നു, ഞാൻ പോയി. ആ ക്ലാസ് നടക്കുന്ന സമയത്ത് എനിക്കൊരു മരിപ്പുണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. ആ ക്ലാസ് നടക്കുന്ന സമയത്ത് എൻ്റെ കച്ചവടത്തിൽ നല്ല ബിസിനസ് ആയിരുന്നു, അതുകൊണ്ട് എൻ്റെ ക്ലാസ് മുടങ്ങിപ്പോയി റബ്ബേ. അതുകൊണ്ട് ദുനിയാവ് എന്നെ പരാജയപ്പെടുത്തി അല്ലാ, എനിക്ക് ആഖിറം നഷ്ടമായി റബ്ബേ. ഇനിയൊന്ന് ആ ഖുർആൻ പഠിക്കാൻ ഒരവസരം വീണ്ടും തരുമോ നാദാ? ചോദിക്കും, കിട്ടോ? പിന്നെ കിട്ടോ? പോയത് പോയി. പിന്നെ കിട്ടോ? ഇല്ല, പോയത് പോയി. നഷ്ടപ്പെട്ടത് തന്നെ. അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ അതിന് പഠിക്കാൻ അവസരമുണ്ട്, പഠിച്ചോ. ആണോ? എന്ത് തെറ്റു വന്നാലും പ്രശ്നമില്ല, പരിഹരിക്കാം. അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി ശാഖുൽ ലഹു അജ്റാൻ. ഖുർആൻ പഠിക്കുമ്പോൾ പേടി വേണ്ട കേട്ടോ, പേടി വേണ്ട. ആ ഖുർആൻ ഓതുന്ന സമയത്ത് റബ്ബേ ഇത് തെറ്റാണല്ലോ, എനിക്ക് ഓതാൻ കഴിയുന്നില്ലല്ലോ എന്ന വെപ്രാളം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ 2 കൂലി അല്ലാഹു നിനക്ക് നൽകും. ഒന്ന് ആ ടെൻഷന്റെ പേരിൽ, 2 നീ പഠിക്കുന്നതിന്റെ പേരിൽ. അല്ലാഹു സാധാരണ ഓതുന്ന വ്യക്തിയേക്കാൾ 2 കൂലി റബ്ബ് നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 കൂലിയാണ് ഖുർആൻ പഠിക്കുന്നവർക്ക്, 2 കൂലി കിട്ടും ഖുർആൻ പഠിക്കുന്നവർക്ക്. അല്ലാഹ്, അസൂയ നല്ലതല്ല. അസൂയ നല്ലതാണോ? അസൂയ നല്ലതല്ല. എന്നാൽ 2 കാര്യത്തിൽ അസൂയ വെക്കാം. 2 കാര്യത്തിൽ അസൂയ. ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നൈൻ. 2 കാര്യത്തിൽ അസൂയ വെക്കാം. ഒന്ന്, റജുലുൻ ആതാഹുല്ലാഹു ഖുർആന ഫയത്ലൂനഹു ആനൽ ലൈൽ വആനൻ നഹാർ. ഒരാൾക്ക് അല്ലാഹു ഖുർആൻ ഓതാനുള്ള ഭാഗ്യം കൊടുത്തു. ഖുർആൻ മനസ്സിലാക്കാനും അത് പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് പ്രബോധനം ചെയ്യാനും ഒരാൾക്ക് അല്ലാഹു കഴിവ് നൽകിയെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആൻ പകലില്ലാതെ ഓതിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വ്യക്തി കാണുമ്പോൾ ആ വ്യക്തിയെ കണ്ടിട്ട് അസൂയപ്പെടൽ നല്ലതാണ് കേട്ടോ. എപ്പോ നോക്കിയാലും
ആ ചങ്ങാതി ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുന്നു. എപ്പോൾ നോക്കിയാലും ഖുർആൻ ഓതൽ. ഞാൻ എപ്പോൾ പള്ളിയിൽ പോയാലും ഖുർആൻ ഓതലാണ്. എപ്പോൾ പള്ളിയിൽ പോയാലും ഖുർആൻ ഓതും. നടക്കുമ്പോൾ കടലിരിക്കുന്ന സമയത്ത് കച്ചവടമൊന്നും ആരും ഇല്ലാത്ത സമയത്ത് ഖുർആൻ എടുത്ത് ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. കാറിൽ പോകുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. എപ്പോൾ നോക്കിയാലും ഖുർആൻ. ഇവനെ നമുക്ക് അസൂയപ്പെടാം, ഇവനോട് അസൂയപ്പെടാം. ഖുർആൻ ഓതുന്ന ഒരാളെ കണ്ട് നമുക്ക് അസൂയപ്പെടാം. ആരെങ്കിലും അങ്ങനെ അസൂയപ്പെട്ടിട്ടുണ്ടോ? ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഇവൻ ഖുർആൻ പള്ളിക്ക് പോയാൽ അവ എപ്പോഴും ഫുൾ ടൈം ഖുർആൻ 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 ഖുർആൻ. അങ്ങനെ ഓതുന്ന ആളുകളുണ്ടോ? അങ്ങനെ ഓതുന്നവരെ കണ്ടിട്ടുണ്ടോ? അതിൽ നമുക്ക് അസൂയപ്പെടും, നല്ലതാണ്. അതിൽ നമുക്ക് അസൂയ വയ്ക്കാം. എനിക്കും അങ്ങനെ ഓതണം, എനിക്കും അങ്ങനെ ഓതണം. അങ്ങനെ ഖുർആൻ ഓതി മരിക്കാൻ ഭാഗ്യം കിട്ടട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതി മരിക്കാൻ ഭാഗ്യം കിട്ടട്ടെ. ആ അവസാനത്തെ കലാം അള്ളാന്റെ കലാം, അവസാനത്തെ അത് അള്ളാന്റെ കലാം. അപ്പൊ ഖുർആൻ ഓതാൻ ആരെങ്കിലും ആഗ്രഹിക്കുമ്പം അതിൽ നമുക്ക് അസൂയ ഉണ്ടാകണം. അത് നല്ലതാണ്. അതില് രണ്ട് റജുലുൻ ആതാഹുല്ലാഹു മാലാ ഫയുൻഫിഖുഹു ആനൽ ലൈലി വആനൻ നഹാർ. ഒരാൾ പരിശുദ്ധമായ സമ്പത്ത് അള്ളാഹു അവന് നൽകി. ആ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ അവൻ രാപ്പകലില്ലാതെ ചെലവ് ചെയ്യുമ്പോ അത് കണ്ടിട്ട് അസൂയപ്പെടുന്നത് നല്ലതാ. പടച്ചവന് റാഫി എത്ര പേർക്ക് ഉടുപ്പ് വാങ്ങി കൊടുക്കുന്നു, എത്ര പേർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നു, എത്ര പേർക്ക് കിതാബ് പുസ്തകം വാങ്ങി കൊടുക്കുന്നു. പടച്ചവനെ ഇന്ന വ്യക്തി എത്ര പേർക്ക് സഹായം ചെയ്യുന്നു, ധനസഹായം ചെയ്യുന്നു. അള്ളാ നീ അവന് കൊടുത്ത വലിയ ഒരു ഭാഗ്യമാണല്ലോ എന്ന് അവനെ നോക്കി അസൂയപ്പെടുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ അടുത്ത് കീശയിൽ പണമുണ്ട്, നമ്മൾ കൊടുക്കൂല. നീ പിശുക്കനാണ്, നിനക്ക് നിന്റെ സമ്പത്ത് നിനക്ക് തിന്നാനും ഉപകരിക്കൂല, ഉമ്മത്തിന് ഉപകരിക്കൂല. നീ അങ്ങനെ വെള്ളം പോലും കുടിക്കാൻ പറ്റാതെയാണെങ്കിൽ മരിക്കുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നവനെ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അസൂയപ്പെടണം. നീ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്ന കാണുമ്പോൾ ഞാൻ കണ്ട് അസൂയപ്പെടണം. നിനക്ക് ഇത്ര തൗഫീഖ്, മാഷാ അല്ലാ, നീ ഇത്ര ചെയ്യുന്നല്ലോ, മാഷാ അല്ലാ, എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. ഈ രണ്ട് കാര്യത്തിൽ അസൂയ പാടുള്ളൂ. ഒന്ന് ഇൽമ് ഖുർആൻ ഓതുക, രണ്ട് സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ. ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? അസൂയപ്പെടാം. അല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അസൂയ പാടില്ല. ഒരാൾ ഖുർആൻ സാധാരണ ഓതിക്കൊണ്ടേ ഇരിക്കുകയാണ്, സദാസമയം ഖുർആൻ ഓതുകയാണ്, ദുആ ചെയ്യുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, പടച്ചവനെ അള്ളാഹു അവന് കൊടുക്കുന്ന നന്മ എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ ചോദിക്കാതെ തന്നെ അവന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി സാധിച്ചു കൊടുക്കുമത്രേ. അവൻ ചോദിക്കണ്ട, അവൻ എപ്പോഴും ഖുർആൻ ഫുൾ ടൈം അവൻ ഖുർആൻ ഓതാണ്. അവന് ഒരുപാട് പ്രശ്നമുണ്ട്, അവന് കച്ചവടത്തിൽ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, ശാരീരിക പ്രശ്നമുണ്ട്. പക്ഷെ നോ പ്രോബ്ലം, ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അവൻ ദുആ ഒന്നും ചെയ്യാറില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു കൊടുക്കുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതിക്കൊണ്ടിരി, എന്റെ സകല പ്രശ്നങ്ങൾ അള്ളാഹ് പരിഹരിച്ചു തരും. ചോദിക്കാത്തവർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം ആ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം ആ ചോദിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അല്ലാഹു അധികമായി നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതണം, ശരിക്കും ഓതണം, വീട്ടിൽ ശരിക്കും ഓതണം. ഒരു 3 ജുസ് കുറഞ്ഞു തോന്നണം, ഇല്ലെങ്കിൽ ഒരു ജുസു എങ്കിലും ഒരു ദിവസം. 30 ദിവസം കൊണ്ട് ഒരു ഖത്തം. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ട് ഈ ക്ലാസ് 30 ദിവസത്തിനുള്ളിൽ ഒരു ഖത്തം ഓതിയ ഒരു കൈപൊക്ക്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ ആരും ഒന്നും മുണ്ടില്ല. ആരും വന്നിട്ടില്ലായിരുന്നു. അല്ല, ആരും ഓതിയിട്ടില്ല ഒരു ഖത്ത. കഴിഞ്ഞ ക്ലാസ് മുതൽ ഈ ക്ലാസ് വരെ ഒരു ഖത്ത ഓതിയവര് ഇല്ലെങ്കിൽ ഈ ഖുർആൻ ക്ലാസിന്റെ ഖത്ത ഓതാനാണ് ഞാനീ പറയുന്നത്. ആരെങ്കിലും ഖത്ത ഓതി തീർക്കാം. ഫായിദ ഇല്ലെങ്കിൽ പിന്നെ ഖുർആൻ ക്ലാസ് നടത്തിയിട്ട് കാര്യമുണ്ടോ? ഒരു ഖത്തം ഇന്ന് മുതൽ അടുത്ത ക്ലാസ്സിനുള്ളിൽ ഒരു ഖത്തം തീർക്കണം. ഒരു മാസത്തിൽ ഒരു ക്ലാസ്, ഒരു ദിവസം ഒരു ജുസു. എന്തെല്ലാം ബിസി ആണെങ്കിലും ഒരു ജുസുവിന് വേണ്ടി സമയം മാറ്റി വെക്കണം. ഒരു വലിയൊരു സമ്പന്നനുണ്ട് കോഴിക്കോട്, വലിയ സമ്പന്നനാണ്, ഭയങ്കര പൈസക്കാരനാണ്. അയാളുടെ പോക്കറ്റിൽ ഒരു ഡയറി ഇരിപ്പുണ്ട്. ആ ഡയറി എടുത്തിട്ട് കാണിച്ചു തന്നു, ഇതെന്താ സംബന്ധം? 650 ഖത്തം ഞാൻ തീർത്തിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഇത്ര ഓതും ഉസ്താദ്, എത്ര തിരക്കാണെങ്കിലും ഞാൻ ഖുർആൻ ഓതാതിരിക്കൂല. ഫ്ലൈറ്റിലും കപ്പലിലും ഒക്കെ യാത്ര ചെയ്യുന്ന മനുഷ്യന്മാരാ.
നമ്മൾ അങ്ങാടിയിൽ ബൈക്കിൽ പോയിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യന്മാരാ. നമുക്ക് ഒരു ദിവസം ഒരു ജുസുവിന് വേണ്ടി ഒരു 20 മിനിറ്റ് 20 മിനിറ്റ് ഖുർആൻ പെട്ടെന്ന് ഓതാൻ അറിയാവുന്നവർക്ക്, അല്ലാത്തവർക്ക് 25 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല. ഉണ്ടോ? ഉണ്ടോ? എന്നാൽ ഒരു ദിവസം എത്ര MB നമ്മൾ തീർക്കുന്നുണ്ട്? എത്ര MB തീർക്കും ഒരു ദിവസം? 1.5 GB പെർ ഡേ തീർത്തിരിക്കും. 2 GB പെർ ഡേ തീർത്തിരിക്കും. 2 GB. ഖുർആൻ ഓതിയോ? ഖുർആൻ ഓതിയോ? وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. ഒരുപാട് സമയമുണ്ടായിട്ട് എൻ്റെ സമുദായം ഒരു ജുസ് പോലും ഒരു ദിവസം ഓതിയില്ല. റസൂലുള്ളാഹി നമുക്കെതിരെ പരാതി പറയും. ഒരു ജുസ് ഒരു ദിവസം ഓതിയിട്ടുണ്ടോ? ശരി, പോട്ടെ, ഇത്ര നാൾ അല്ലാഹ് പുറത്തു തരട്ടെ. നമുക്ക് ഇന്ന് മുതൽ നിയത്ത് വെക്കുവോ? ഉബൈദേ, ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. ശരിയല്ലേ? ഒരു ദിവസം ഒരു ജുസ് ഒരു 20 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി, ഖുർആന് വേണ്ടി, ഖബറിനകത്ത് നമ്മളെ സഹായിക്കുന്ന വ്യക്തിക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഒരു ദിവസം ഒരു 20 മിനിറ്റ്. എത്രയോ സമയം ബ്രോക്കറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും, എത്രയോ സമയം കാമുകിയോട് സംസാരിച്ചുകൊണ്ടിരിക്കും, എത്രയോ സമയം കാമുകനോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരു 10 മിനിറ്റ് വൈഫിനോട് സംസാരിക്കാൻ പറ്റൂലേ? ഒരു 15 മിനിറ്റ് വൈഫിനോട് സംസാരിക്കാൻ പറ്റൂലേ? 1 മണിക്കൂർ നീ അവൾക്ക് സമയം കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊടുത്തൂടെ? 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 നമ്മുടെ കാമുകിയാണ് നമ്മുടെ ഖുർആൻ. നമ്മുടെ കാമുകിയാണ് നമ്മുടെ ഖുർആൻ. എല്ലാ കാമുകന്മാരും മരിക്കുമ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകും. പക്ഷെ ഈ ഖുർആനെ നിങ്ങൾ ലവ് ചെയ്ത് നോക്ക്. ഖുർആൻ മരിക്കുമ്പം കൂടെ വരും. ഖുർആൻ മരിക്കുമ്പം കൂടെ വരും. അല്ലാതെ നമ്മളിവിടെ പ്രണയിക്കുന്ന പ്രണയിനി നമ്മുടെ കൂടെ വരുമോ? മരിച്ചാ വരുമോ? നിങ്ങളുടെ വൈഫ് കൂടെ വരുമോ മരിച്ചാൽ? ഇല്ല. വരുമോ? റസൂലുള്ളാഹി തങ്ങളുടെ വൈഫ് കൂടെ പോയോ? റസൂൽ തങ്ങളുടെ മക്കൾ കൂടെ പോയോ? ഒറ്റയ്ക്കാ പോയത്. എല്ലാവരും ഒറ്റയ്ക്കാ പോയത്. നമ്മൾ ഒറ്റയ്ക്കാ പോകേണ്ടത്. എന്നാൽ നമ്മുടെ കൂടെ വരുന്ന കാമുകിയാണ് പരിശുദ്ധ ഖുർആൻ. നമുക്ക് സ്നേഹിക്കണ്ടേ? കൂടെ വരുന്ന ആളിനല്ലേ സ്നേഹിക്കേണ്ടത്? ആണോ അല്ലയോ? അല്ല നമ്മളെ വിട പറഞ്ഞു പോന്ന എൻ്റെ ഇക്ക പോയേ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ആ കണ്ണുനീരല്ലേ ഉള്ളൂ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിലെ തണി എന്നിലാരെന്ന്, ഉലകത്തിലെ തണി എന്നിലാരെന്ന്. ഇക്കാടെ മയ്യത്തെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനൽപ്പാളിയിൽ മുറുകെ പിടിച്ചിട്ട് നിറകണ്ണുകളോടെ, എൻ്റെ ഇക്കാ ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലേ, ഇന്ന് ഞാൻ തനിയല്ലേ, ഇനി ഞാൻ ഖിയാമത്ത് നാൾ വരെ, മരണം വരെ ഈ ഉലകത്തിൽ തനിച്ചല്ലേ. ശരിയല്ലേ? ആ പോകുന്ന ഇക്കായും തനിച്ചാണ്. ഇക്കാടെ കൂടെ ആരാ ഖബറിനകത്തൊരു ആരെങ്കിലും കൂടെ വരുമോ? ആരും വരുമോ കൂടെ? ആരുണ്ടാവൂല. നമ്മൾ മാത്രം ഒറ്റയ്ക്ക് പോണ അബിവേ. എന്നാൽ നിന്നോടൊപ്പം വരുന്ന ഒരേ ഒരു കൂട്ടുകാരൻ, അത് പരിശുദ്ധമായ ഖുർആനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ എങ്ങനെ ഖബറിൽ വരും എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഖുർആൻ നമുക്ക് എന്തൊക്കെ സമ്മാനം ഖബറിൽ അള്ളാഹിന്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അള്ളാഹ് എന്തൊക്കെ വാങ്ങിക്കൊണ്ട് തരും? അള്ളാഹിന്റെ അടുക്ക പോയിട്ട് വാദിച്ചിട്ട് ഈ കിടക്കുന്ന ഖബറാളിക്ക് വേണ്ടി എന്തൊക്കെ ഖുർആൻ സമ്മാനം ചെയ്തു കൊടുക്കുമെന്നുള്ളത് ഹദീസ് ഓതിട്ട് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കതിന് താല്പര്യം. ഒരു കാമുകി ഉണ്ടാക്കാൻ നമുക്കൊരാഗ്രഹം വേണ്ടേ? സ്നേഹിക്കണ്ടേ ഖുർആനെ? ഖുർആനെ സ്നേഹിക്കണം.
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ 2-3 കാര്യം അള്ളാഹയോട് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ. 1, അള്ളാഹുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലാ. 2, നബിയെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ. 3, ഖുർആനിനെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ. ഇത് പറഞ്ഞിട്ടേ ഉറങ്ങാവുന്ന എല്ലാ ദിവസവും. അല്ലാഹുവേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ, നിന്റെ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ, നിന്റെ ഖുർആനിനെ ഞാൻ സ്നേഹിക്കുന്നു അല്ലാ. പടച്ചവനെ നിന്റെ ദീനിനെ ഞാൻ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു അല്ലാ. നീ എന്നെ ഇഷ്ടപ്പെടണമേ അല്ലാ. ഈ 4 കാര്യം പറഞ്ഞിട്ട് ഇനി ഒന്നും ഉറങ്ങാവൂ. എന്താ? ഹലോ പറ, എന്താ? ഈ 4 കാര്യം പറഞ്ഞിട്ടേ ഉറങ്ങാം. എന്തൊക്കെ ഉറക്കെ പറ. ഒന്ന് പറയുന്ന ഇതെന്തിപ്പോ നിങ്ങളിത് എന്തത് ഉഷാറില്ല. ഞാൻ വരൂല. ഞാൻ അടുത്ത ആഴ്ച വേറെ സ്ഥാനം വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ ഒരൊറ്റ ക്ലാസ്സിന് വേണ്ടി ത്യാഗം സഹിച്ച് വരുന്നത്. 2 ദിവസത്തെ എൻ്റെ യാത്രയാണ്. നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ച് വണ്ടി കയറി രാവിലെ ഇവിടെ എത്തി. ഇന്ന് ഉറക്കമൊഴിച്ചിട്ട് നാളത്തെ പരിപാടിക്ക് നാട്ടിലെത്തി. മറ്റന്നാളെ ജുമാക്ക് എന്ത് ത്യാഗം സഹിക്കണം. അപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് ഞാൻ പറഞ്ഞില്ല. ഇത് വാഴല്ല. വാഴാണെങ്കിൽ വന്ദേ ഭാരതിൻ്റെ കൂട്ടർ ഒറ്റ പിടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി കാസർഗോഡ് കൊണ്ട് അവസാനിപ്പിച്ചിട്ട് വാഹൃദ്വായ അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. ഇപ്പം ഇത് വന്ദേ ഭാരതല്ല, ഇത് നിലമ്പൂർ ഷഡിൽ. നിലമ്പൂർ ഷൊർണൂർ പോകുന്ന എല്ലായിടത്തും കൈ കാണിച്ചാൽ നിർത്തി പതുക്കെ പോകുന്ന ആ സാധാ വണ്ടിയാണ്, ആന വണ്ടിയാണ്. അപ്പം അതുകൊണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വേണ്ട. ഒരാളെങ്കിലും നമുക്ക് ഇവിടുന്ന് പാസ്സായാൽ മതി. എല്ലാവരും പാസ്സാകണമെന്നില്ല. അതുകൊണ്ട് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 4 കാര്യം പറഞ്ഞിട്ട് കിടക്ക്. അള്ളാഹ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു, നിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നു, നിന്റെ ദീനിനെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കണേ അള്ളാഹ്. അത്ര വലിയ കാര്യം എന്നറിയത്. ഈ ചെറിയ കാര്യമല്ല. ഇത് മഹാന്മാർ പറഞ്ഞു തരുന്ന വാക്കാ. ഇത് ചെറിയ കാര്യമല്ല. ഇത് പറഞ്ഞിട്ട് ഒരാൾ ഉറങ്ങിയാൽ മരിച്ചാൽ അവൻ രക്ഷപ്പെട്ട്. അന്ന് അവൻ്റെ അവസാനത്തെ വാക്കെന്തായിരിക്കും? നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു, നിന്റെ ദീനിനെ സ്നേഹിക്കുന്നു, നിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കണേ അല്ലാഹ്. അത്ര വലിയ വാക്കാ. കാമുകിയെ നോക്കിയിട്ട് ഐ ലവ് യു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, പ്ലീസ് ലവ് മീ, നീ എന്നെ സ്നേഹിക്ക്. കിട്ടിയില്ലെങ്കിൽ മിസ് യു. ഖുർആനിന് മിസ്സായിപ്പോയി. മിസ് യു പറഞ്ഞു ആരേലും? യാ ഖുർആൻ മിസ് യു. ഒരു ജുസ് ഒന്ന് ഓതേണ്ടതാണ് കണ്ട് കഴിഞ്ഞില്ല അല്ലാഹ്. ഖുർആനെ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ആരെങ്കിലും മിസ് യു പറയാറുണ്ടോ? എന്നാൽ അവൻ്റെ മെസ്സേജ് വന്നില്ലെങ്കിൽ അവളുടെ മെസ്സേജ് വന്നില്ലെങ്കിൽ മിസ് യു മിസ്സായി ഇതൊക്കെ അല്ലേ പറയാ. ഖുർആൻ മിസ്സായിപ്പോയി, പ്രശ്നമില്ല. ആർക്കും ടെൻഷൻ ഇല്ല. ആർക്കും ടെൻഷൻ ഉണ്ടോ? ഖുർആൻ നമുക്ക് നാളെ ഖബറിൽ അവൻ വന്നിട്ട് എത്തി നോക്കിയിട്ട് പോകും ഖബറിൽ. എന്താ പ്ലീസ് ഒന്ന് സഹായിക്കും. നോ മിസ് യു. ദുനിയാവിൽ വെച്ച് എന്നെ നീ മിസ്സാക്കി, ഇപ്പം ഞാൻ നിന്നെ മിസ്സാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. സ്റ്റിൽ ഐ വിത്ത് യു. നിന്നോടൊപ്പം ഞാനുണ്ട്. സ്റ്റിൽ ഐ ലൈക്ക് യു. നീ എൻ്റെ, ഞാൻ നിൻ്റെ, എല്ലാം നമ്മൾ തമ്മിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു ബന്ധം നമ്മൾ നമ്മളുടെ പ്രണയിനിയോട് പറയുന്ന പോലെ ഖുർആനോട് പറയും. നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ സഹായിക്കും. രോഗം മാറും. വല്ലാഹി സത്യം, മാരക രോഗങ്ങൾ മാറും. ഖുർആൻ നിങ്ങൾ നോക്കി. ഖുർആനായിട്ട് നിങ്ങൾ ലയിച്ച് ചേര്. നിങ്ങളുടെ മജ്ജയിലും മാംസത്തിലും ഖുർആൻ ലയിച്ച് ചേർത്ത് നോക്ക്. നിങ്ങൾക്ക് അറിയാത്ത അത്ഭുതങ്ങളിലേക്ക് അള്ളാഹ് നിങ്ങളെ കൊണ്ടെത്തിക്കും. വല്ലാഹി സത്യം, വല്ലാഹി സത്യം. ഞാനായിട്ട് പറയാം, ഇത് അള്ളാന്റെ കലാമാണ്, പടച്ചവന്റെ വാക്കാണിത്, അള്ളാഹുവിന്റെ വാക്കാണ്. വൈദ സ്വറഫ്നാ ഇലൈക നഫറം മിനൽ ജിൻ يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين. അള്ളാന്റെ റസൂൽ ഖുർആന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മലക്കുകൾ, ആ ജിന്നുകളൊക്കെ റസൂൽ നടക്കിലേക്ക് ആ ഖുർആൻ കേൾക്കാൻ വേണ്ടി പോയി. ആ ഖുർആന്റെ ഇമ്പവും ആ ഇൻട്രസ്റ്റും ആ സന്തോഷവും കേട്ടിട്ട് ജിന്നുകൾക്ക് ആവേശം തോന്നി. ജിന്നുകൾ ഓടിപ്പോയി. അങ്ങനെ ജിന്നുകളുടെ ഒരു വിഭാഗം ഖുർആന് നബി തങ്ങളുടെ സദസ്സിലേക്ക് ഓടിപ്പോയാണ്. ഖുർആൻ കേട്ടു. യസ്തമിഊനൽ ഖുർആൻ. അപ്പൊ ഖുർആൻ കേൾക്കാൻ വന്നു. അപ്പൊ ഖുർആൻ കേട്ടാൻ വന്നു. അവരുടെയൊക്കെ കലവില ശബ്ദം തുടങ്ങി.
فلما عذروه قالوا أنصتوا. ഖുർആൻ ഓതാൻ തുടങ്ങി. ഖുർആന്റെ ചർച്ചകൾ തുടങ്ങിയപ്പോ അവിടെ ഇവിടെയൊക്കെ കലബിലെ ശബ്ദം വന്നപ്പോ ഏയ് മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. ആരാ താക്കീത് ചെയ്തത്? ജിന്നുകള്, മനുഷ്യരല്ല, ജിന്നുകള്. മിണ്ടരുത്, ഇവിടെ ഖുർആനാണത്. മിണ്ടരുത്, അൻസിത്തു, മിണ്ടാണ്ടിരിക്കെ. ഇനി പറയാൻ പോകുന്നത്, നിങ്ങൾ ഇനി ക്ലാസ് കേട്ടിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ആയത്ത്. ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ജിന്നുകൾ പറഞ്ഞ പോലെ പറഞ്ഞതൊക്കെ കേട്ടോ. താക്കീത്, ഭയപ്പാട്, ഖബറിലെ കൂട്ടുകാരൻ, ആഖിറത്തിലെ രക്ഷാ കവാടം, ജീവിതത്തിൻ്റെ നൗക, എല്ലാ മേഖലകളിലും നമ്മളെ പുൽകുന്നത് ഖുർആനാണ്. അത് സൂക്ഷിക്കണം, അത് ഓതണം, അതിനെ മുറുകെ പിടിക്കണം, അതിനെ സ്നേഹിക്കണം എന്നൊക്കെ അല്ലേ പറഞ്ഞത്. ഇതും ആര് പറഞ്ഞു? ജിന്നുകൾ പരസ്പരം ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ പറഞ്ഞു, എല്ലാം കേട്ടല്ലോ, ഖുർആൻ പറഞ്ഞത് കേട്ടല്ലോ, അതുപോലെ ചെയ്യണം. അതേപോലെ ഞാനും നിങ്ങളോടും എന്നോടും വസിയത്ത് ചെയ്യുന്നു, എല്ലാവരും പോയിട്ട് ഓതണം ഒരു ജുസു. എന്തേ ഇന്ന് മുതൽ ചാലുവാക്കുവോ ഒരു ജുസു? ഒരു 10-20 മിനിറ്റ്. ശരി, സമയമില്ല, ഞാൻ ഒരു എളുപ്പം ഐഡിയ പറഞ്ഞുതരാം. 5 നേരം നിസ്കരിക്കുന്നവരാണോ നിങ്ങൾ? ആണോ? സുബഹി നമസ്കാരത്തിന് 2 പേപ്പർ ഓതും. സുബഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്ന് ഖുർആൻ എടുത്തിട്ട് 2 പേപ്പർ. നേരത്തെ ഓതിയ പോലെ ഓതല്ലേ, നേരത്തെ ഓതിയ പോലെ 2 പേപ്പറിലെ സമയമില്ല. ആ ബസ് ഇപ്പോൾ പോകും. പ്രഷർ കുക്കർ അല്ല, ഫായതയുണ്ട്. അങ്ങനെ ഓതിയിട്ട് പോയാൽ നീ പോകുന്ന വഴിയിൽ ഖുർആന്റെ ശാപം ഏറ്റിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് പതുക്കെ 2 പേപ്പർ ഓതിയാൽ മതി. ളുഹറിന് 2 പേപ്പർ, അസറിന് 2 പേപ്പർ, മഗ്രിബിന് 2 പേപ്പർ, ഇഷാക്ക് 2 പേപ്പർ. 5 പേപ്പറാണ്, 10 പേപ്പറാണ് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ 2 പേപ്പർ വീതം നമ്മൾ ഓരോ വഖത്തിന് ഓതിയാൽ 2 10 ഒരു ജുസു ഈസി ആയിട്ട് ഓതി തീർക്കാൻ പറ്റും. ഈസി ആയിട്ട് 5 മിനിറ്റ് സമയം കണ്ടെത്തുമോ? അല്ലെങ്കിൽ ഫായിദയില്ല. നമ്മളിപ്പോൾ ഒരു ക്ലാസ് ഇവിടെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് വരുമ്പം ഞാൻ ഇതുപോലെ ചോദിക്കുമ്പം പല കൈകൾ പൊങ്ങണം. ഹത്ത ഓതിയവർ പറയും 30 ദിവസം കഴിഞ്ഞു ഒരു ഹത്ത ഓതിയവർ പറയും എന്ന് പറയുമ്പോൾ കൈ പൊങ്ങണം. ഇൻഷാ അള്ളാഹ് പൊങ്ങോ? ഞാനും ഓതാം. ഞങ്ങളൊന്നും ഒന്ന് ഓതിയാൽ പോരാ, 2-3 ഓതണം. പക്ഷെ സമയമില്ലാത്തതിൻ്റെ ഇടയ്ക്ക് ഒന്നെങ്കിലും ഓതും. അതിനോടുള്ള ഹക്കങ്ങൾ നിർവഹിച്ചേ പറ്റുള്ളൂ. ഒന്നെങ്കിലും ഓതണം, ഇല്ലെങ്കിൽ ഖുർആൻ നമുക്കെതിരെ നാളെ ശപിക്കും. അതല്ലേ പ്രശ്നം, ഖുർആൻ നമുക്കെതിരെ ശപിക്കും. അതുകൊണ്ട് ഒരു ജുസു ഇൻഷാ അള്ളാഹ് ഇന്ന് നിങ്ങൾ നല്ല നിയത്തിൽ ഓതി നോക്ക്. രാവിലെ തഹജ്ജുദിന് എഴുന്നേക്ക്, സുബഹിക്ക് ബാങ്കുളി 1/2 മണിക്കൂർ സമയമുണ്ടല്ലോ, അപ്പോൾ ഓത്. ഈസിയാ ഹബീബേ. നമുക്ക് ഓതാൻ പറ്റിയാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും ചെയ്യാമല്ലോ. ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ, അല്ലേ? മണിക്കൂറുകളോളം വാട്സപ്പിൽ ഇരിക്കുന്നില്ല ഹബീബേ, മണിക്കൂറുകളോളം ഫേസ്ബുക്കിൽ ഇരിക്കുന്നില്ലേ? മണിക്കൂറുകളോളം പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണിന് കാഴ്ച ഉണ്ടാകും, രോഗം ശിഫയാകും. ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ കണ്ടുകൊണ്ടേയിരിക്കണം. ഖുർആൻ ഓതിയിട്ട് കരയണം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല മറ്റൊരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആയത്ത്? വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബില്ലാഹ് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبْكُم بِهِ اللَّهُ فَيَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ والله على كل شيء قدير. അല്ലാഹു അക്ബർ. എല്ലാ ദിവസവും ഓതി കിടക്കേണ്ട ആയത്താണിത്.
ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും ഓതും ഹാത്തൈനിൽ ആയത്തൈൻ, ഈ രണ്ട് ആയത്തുകൾ. ഒന്ന് ആമനർ റസൂൽ, ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം ആണിപ്പോൾ ഞാൻ ഓതിയത്. ഇത് എപ്പോഴും ഓതും ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. അല്ലാഹു അക്ബർ. നിന്റെ ഹൃദയത്തിൽ തെളിഞ്ഞതും ഒളിഞ്ഞതും അല്ലാഹ് അറിയുന്നുണ്ട്. നീ രഹസ്യമാക്കിയതും പരസ്യമാക്കുന്നതും അല്ലാഹ് അറിയുന്നുണ്ട്. അത് നാളെ ചോദ്യം ചെയ്യപ്പെടും. പോയി നമ്മളെല്ലാം കുടുങ്ങി. നമ്മൾ രഹസ്യമായിട്ട് പലതും ചെയ്യും, പരസ്യമായിട്ട് ചെയ്യാറില്ലായിരിക്കാം. രഹസ്യമായിട്ട് പലതും ചെയ്യും. അത് അല്ലാഹ് പറഞ്ഞത്. ഔ തുഖ്ഫൂ, നീ രഹസ്യമാക്കി വെച്ച കാര്യം അല്ലാഹു അറിയും. പടച്ചവൻ ഇത് കേട്ടിട്ട് കരഞ്ഞുപോയി. അദ്ദേഹത്തിന് ഓതാൻ കഴിയുന്നില്ല. സ്ട്രക്കായിപ്പോയി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓതാൻ കഴിയുന്നില്ല. അവരൊക്കെ ഒരു തെറ്റ് ചെയ്തവരല്ല. ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു തആല. ആയിഷ റളിയല്ലാഹു തആല അവരെ കുറിച്ചൊക്കെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ആലിമീങ്ങളിൽ സ്വർഗത്തിന്റെ അഹ്ലുകാർ ആര് എന്ന് എന്നോട് അള്ളാഹു ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് ഇബ്നു ഉമർ എന്നായിരിക്കും. എത്ര വലിയ മഹാൻ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളുടെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ആലിമി അഹ്ലുൽ ഇൽമ്, അവരിൽ സ്വർഗത്തിന്റെ അഹ്ലുകാർ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് ഇബ്നു ഉമറിന്റെ പേരായിരിക്കും. ആ ഇബ്നു ഉമർ റളിയല്ലാഹു തആല ആണ് ഈ ആയത്ത് ഓതിയിട്ട് സ്ട്രക്കായി പോയി നിന്നവിടെ. അടുത്ത ആയത്ത് വരുന്നില്ല പേടിച്ചിട്ട്. എന്താ? രഹസ്യത്തിലും പരസ്യത്തിലും നീ ചെയ്യുന്നത് അല്ലാഹു അറിയും. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. റാത്തീബ് മാത്രം ഓതിയിട്ട് കാര്യമുണ്ടോ? അർത്ഥമുണ്ടോ? അറിയോ? അർത്ഥമുണ്ടോ? അത് ഓതുന്നങ്ങനെ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. മാ മഅന? എന്താണ് മീനിങ്? എന്താണ്? അല്ലാഹു ഹാദിരി, അല്ലാഹ് ഇവിടെ ഉണ്ട്, ഹാദിറാണ്. അല്ലാഹു നാദിരി, അല്ലാഹ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, ഞാൻ ചെയ്യുന്നതിനൊക്കെ അല്ലാഹ് സാക്ഷ്യമാണ്. അല്ലാഹു മഈ, ഗോഡ് വിത്ത് മീ, ഗോഡ് വിത്ത് അസ്, നമ്മളോടൊപ്പം ദൈവം ഉണ്ടെന്ന്, അല്ലാഹ് ഉണ്ടെന്ന്, അല്ലാഹ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ്, അല്ലാഹ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ് നമ്മളാ പറയുന്നത്. ഈ അല്ലാഹ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പം എനിക്കൊരു കുറ്റം ചെയ്യാൻ കഴിയുമോ അബീബേ? കഴിയോ? ക്യാമറ തുറന്നിരിക്കുന്നിടത്ത് ബെൽറ്റ് ഇടാതെ പോവോ അബീബേ? ക്യാമറ ഉള്ള സ്ഥലത്ത് തലയിൽ തൊപ്പി വെക്കാതെ ഹെൽമെറ്റ് വെക്കാതെ പോവോ അബീബേ? ക്യാമറ എന്നെ നോക്കുന്നു. അപ്പോ ക്യാമറ നാളിരി, ക്യാമറ ഷാഹിദി, ക്യാമറ ഹാലിരി, ക്യാമറ മഈ. പെട്ടെന്ന് വണ്ടിയുടെ നിർത്തി ബെൽറ്റ് എല്ലാം വലിച്ചിട്ട് തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വയ്ക്കും, ബെൽറ്റ് ഊരി മാറ്റും. അപ്പൊ കാണുമ്പോൾ ചെയ്യാം. അപ്പൊ അള്ളാഹു നമ്മളെ കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അവനാണ് ഔലിയ, അവനാണ് വലി. അത് ആർക്കുണ്ടായിരുന്നു? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഓതിക്കൊണ്ടിരുന്നു. നമ്മൾ എന്നിട്ട് റാത്തീബ് കഴിഞ്ഞ് പോകുമ്പോൾ 2000-ന്റെ ഘട്ടം അവിടെ കിടന്നാൽ മെല്ലെ എടുത്ത് പോക്കറ്റിട്ട് അല്ലാഹു അലരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദ് അല്ലാഹു മഈ. ഒരു സ്വർണ്ണമോതിരം അവിടെ കിടന്ന് കിട്ടി, മെല്ലെ എടുക്കും. നല്ല വിലയുള്ള സമയം അല്ലാഹു അലരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദ് അല്ലാഹു മഈ. കടയിലെ മോലാളി കട ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ പോയി. പതുക്കെ വലി, ഇവൻ ഏറ്റവും വലിയ വലിയാവും. വലി ഇങ്ങനെ പൈസ വലിക്കുക, വലി അല്ലാഹു വലി അല്ലാഹു വലി അല്ലാഹു വലി അല്ലേ? ഇവനെ പേടിച്ചിട്ടല്ലേ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടി വന്നത്? ഇവനൊരു ഏറ്റവും നല്ല ഒരു അമീനായി വിശ്വസ്തനായിരുന്നെങ്കിൽ ഈ ക്യാമറയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മൾ വിശ്വസ്തരായിരുന്നെങ്കിൽ റോഡിൽ ക്യാമറയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പൊ ഇതൊക്കെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ ഒരു ചിന്ത എൻ്റെ കൽബിലുണ്ടായാൽ വല്ലാഹി സത്യം നമ്മൾ ഔലിയാക്കളായി. പക്ഷെ എനിക്കില്ല. നിങ്ങൾക്കുണ്ടോ? പറ്റുന്നുണ്ടോ?
രഹസ്യത്തിലും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ. ആരാണോ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവർക്ക് ഉന്നതമായ പ്രതിഫലമാണ്. ഉന്നതമായ പ്രതിഫലമാണ്. അള്ളാഹു നമുക്കൊക്കെ അത് തൗഫീക്ക് തരട്ടെ. നമ്മൾ അതിനു വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യും. പടച്ചവരെ, രഹസ്യത്തിലും നിന്നെ ഭയപ്പെടാൻ ഭാഗ്യം താ അള്ളാഹ്. ദുആ ചെയ്യും, അള്ളാഹ് ചിലപ്പം തരും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഒരാൾ തെറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ കള്ളു കുടിക്കുന്നു. നബി തങ്ങളുടെ അടുക്കൽ ഒരാളൊന്ന് പരാതി പറഞ്ഞു, ഒരാൾ കള്ളു കുടിക്കുന്നു നബിയെ. എന്നിട്ട് അയാൾ ഖുർആൻ ഓതാണ്. ഒരേ ഖുർആൻ ഓതൽ തന്നെ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സതൻഹാഹു ഖിറാഅതുഹു. ഖുർആൻ അവനെ തടയും. എന്നെങ്കിലും ഖുർആൻ അവനെ തടയും. ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുന്നവരാണെങ്കിൽ ആ ഖുർആൻ നമ്മളെ തെറ്റിൽ നിന്ന് തടയും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് തോന്നുന്ന കാര്യമില്ല എന്ന് പറയരുത്. ഖുർആൻ ഓത്, നമ്മളെ തെറ്റിൽ നിന്ന് ഖുർആൻ നമ്മളെ രക്ഷപ്പെടുത്തും. കാരണം എന്താ? ഖുർആൻ പറഞ്ഞ വാക്കതാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. എത്ര വലിയ വാക്കാ ഈ ഖുർആൻ. നേരായ മാർഗം ആഗ്രഹിക്കുന്നവരെ കൊണ്ടെത്തിക്കും ആ വഴിയിലേക്ക്. തീർന്നില്ല. وَيُبَشِّرُ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا كَبِيرًا. നന്മ ആഗ്രഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ്. നന്മകൾ ചെയ്തുകൊണ്ട്, സ്തുത്യർഹമായ നന്മകൾ ചെയ്ത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നവരാരാണോ അവർക്ക് ഭീമമായ പ്രതിഫലമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ പഠിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക. ഖുർആനിൻ്റെ ഉള്ളടക്കങ്ങൾ ധാരാളം ഉണ്ട്. ഖുർആനിൻ്റെ സിഫത്തുകളുണ്ട്. ഖുർആനിൽ അത്ഭുതങ്ങളുണ്ട്. ഖുർആനിൽ അക്കങ്ങളുണ്ട്. ഖുർആനിൽ അക്ഷരങ്ങളുണ്ട്. ഖുർആനിൽ കഥകളുണ്ട്. ഖുർആനിൽ സാഹിത്യമുണ്ട്. ഖുർആനിൽ കണക്കുകളുണ്ട്. ഏത് വേണം നിങ്ങൾക്ക്? ഏത് വേണം? സെലക്ട് ചെയ്തോളി. എന്ത് വേണം ഖുർആനിലേക്ക് തിരിഞ്ഞു വന്നാൽ. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. നിനക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പൊരുത്തപ്പെടണേ അല്ലാ, തെറ്റുകൾ തിരുത്തണേ അല്ലാ, നാഫിയ ഇൽമു നൽകി ഞങ്ങളെ നീ ഉഖ്റവികളായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ, ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا رب صل عليه وسلم وسلم.